വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ബേർഡ് ഫോട്ടോഗ്രാഫി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയനെ മാസ്റ്ററിങ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബേർഡ് ഫോട്ടോഗ്രാഫി നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന 8 ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിപിൻ സിരിപത്മൻ. വെൽക്കം ടു വൈൽഡ് സ്റ്റോറീസ്. മറ്റ് ഫോട്ടോഗ്രാഫികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഗിയറുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ സാധാരണയായി 400 മുതൽ 600 വരെ ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം ലെൻസുകൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പക്ഷികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ തന്നെ കുറച്ച് ദൂരത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല സ്പീഡും ഹയർ ഫ്രെയിം പെർ സെക്കൻഡുള്ള ക്യാമറകളും ഫാസ്റ്റർ ആയിട്ടുള്ള റീഡ് റേറ്റ് കപ്പാസിറ്റി ഉള്ള മെമ്മറി കാർഡുകളും യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ സെക്കൻഡ് മാത്രം കിട്ടുന്ന പക്ഷികളുടെ ആക്ഷൻ ചിത്രങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷികൾ മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ചിട്ട് വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അവയുടെ ആക്ഷൻ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ക്യാമറ സെറ്റിംഗ്സുകൾ ചൂസ് ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്യാമറ സെറ്റിംഗ്സിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ISO, ഷട്ടർ സ്പീഡ്, അപ്പാർച്ചർ. ഈ 3 ഫാക്ടേഴ്സും പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവ 3 ചേഞ്ച് ചെയ്യുന്ന വഴി നമ്മുടെ ക്യാമറയിലേക്ക് വരുന്ന ലൈറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ ഹയർ ഷട്ടർ സ്പീഡ് വാല്യൂ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ആക്ഷൻസിനെ ഫ്രീസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ചെറിയ ബേർഡ്സിന്റെ ആക്ഷൻസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷട്ടർ സ്പീഡ് വാല്യൂ ആയിട്ട് 1/4000 സെക്കൻഡ് മുതൽ മുകളിലോട്ടുള്ള വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അത്തരം പക്ഷികളുടെ ഫാസ്റ്റ് മൂവിംഗ് ആക്ഷൻസ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. മീഡിയം സൈസ് ബേർഡ്സ് ആണെങ്കിൽ ഷട്ടർ സ്പീഡ് വാല്യൂ 1/2500 മുതൽ 1/3500 റേഞ്ചിൽ യൂസ് ചെയ്താൽ മതി. അതേപക്ഷം വലിയ പക്ഷികളുടെ ഫ്ലൈയിങ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഷട്ടർ സ്പീഡ് വാല്യൂ ആയിട്ട് 1/1500 മുതൽ 1/2500 സെക്കൻഡ് വാല്യൂ യൂസ് ചെയ്താൽ മതി. അപ്പാച്ചർ മെയിൻ ആയിട്ട് ഫോക്കസ് ഏരിയ ആയിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ചെറിയ അപ്പാച്ചർ വിലയായിട്ടുള്ള f1/8 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ നേരോ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുക. അതല്ല f22 എന്ന വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫോക്കസ് റേഞ്ച് ആയിരിക്കും നമുക്ക്, ഫോക്കസ് ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മളൊരു ലോ ലൈറ്റ് കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന് ലൈറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ISO വാല്യൂ കൂട്ടിയിട്ട് നമുക്ക് ഡിജിറ്റലി ക്യാമറയിലേക്ക് ഉള്ള ലൈറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷികൾക്കൊക്കെ അവയുടേതായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടായിരിക്കും. അതുപോലെ അവയുടെ ഹാബിറ്റാറ്റ്, പെർച്ചിങ് സ്പോട്ട്, ഫ്ലൈയിങ് പാറ്റേൺസ് ഇവയെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. എക്സാമ്പിൾ ആയിട്ട് എന്റെ ഈ ജംഗിൾ ഔളറ്റിന്റെ ചിത്രം നോക്കാം. എനിക്ക് ഈ ഫോട്ടോ കിട്ടുന്ന എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഈ പക്ഷീനെ കണ്ടതിന് ശേഷം ഒരു 2-3 ദിവസം ഞാൻ ഇതിന്റെ ഒരു ബിഹേവിയേഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ടൈമിങ്ങിലൊക്കെയാണ് ഇതിനെ കാണുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഫ്ലൈയിങ് പാറ്റേൺസ്, ഫ്ലൈയിങ് പാത്ത് എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പിന്നീടുള്ള ഒരു ദിവസം അതിന്റെ ഒരു ഫ്ലൈയിങ് പാത്തിൽ നിന്നിട്ട് ആണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ അതിന്റെ കോൾസിനെ പറ്റിയിട്ടും പറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള ആക്ഷൻ ഷോട്ട്സ് എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു പക്ഷിയുടെ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ അതിന്റെ പെർച്ചിങ് സ്പോട്ടിലോ കടക്കുകയാണെങ്കിൽ അവയെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു പക്ഷി ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബേർഡ്സിന്റെ ഫ്ലൈയിങ് ഷോട്ട് എടുക്കാനുള്ള സെറ്റിംഗ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഫോക്കസ് മോഡുകളും അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയും. ഫ്ലൈയിങ് ഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് തന്നെ യൂസ് ചെയ്യാം. അതുവഴി പക്ഷിയുടെ ആ ഒരു ഫ്ലൈയിങ്ങിനെ നമുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ട് ഫോക്കസ് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ ആയിട്ട് സോൺ യൂസ് ചെയ്യുന്ന വഴി പക്ഷികളെ വളരെ നേരത്തേക്ക് നമുക്ക് ഫോക്കസിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കും. എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് കൂടി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ സബ്ജക്റ്റിന്റെ ആ ഒരു എസ്തെറ്റിക് ലുക്ക് ആൻഡ് ഫീൽ കൂട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഐ ലെവലിൽ നിന്നിട്ട് വേണം ഫോട്ടോ എടുക്കാൻ.
പ്രത്യേകിച്ച് വാട്ടർ ബേർഡ്സിനെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു വാട്ടർ ലെവലിൽ എന്നിട്ട് നമ്മൾ കിടന്നിട്ട് ആയാലും എടുക്കുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റിനെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെയും നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ക്യാമറയുടെ പാനിങ് പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ സിമ്പിൾ മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് അതിന്റെ ഒരു മൂവ്മെന്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന വഴി നമുക്ക് പാനിങ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മസിൽ മെമ്മറി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ ക്യാമറയുടെ ഹയർ ഫ്രെയിം പെർ സെക്കൻഡ് ഓപ്ഷനും കണ്ടിന്യൂസ് ഷോട്ട് ഓപ്ഷനും ഇനേബിൾ ചെയ്യുന്ന വഴി ഒരു ആക്ഷന്റെ മാക്സിമം സീക്വൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത പോയിന്റ് പക്ഷികളുടെ ബിഹേവിയറിനെ പറ്റിയാണ്. സാധാരണയായിട്ട് പക്ഷികൾ പറക്കുന്നതിന് മുമ്പ് അതിന്റെ ചിറകുകളൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യും, അത് കാഷ്ടിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പക്ഷിയുടെ ഫ്ലൈയിങ് ഷോട്ട് എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അതിന് വേണ്ടുന്ന സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇനേബിൾ ചെയ്തിട്ടൊക്കെ വേണം റെഡി ആയിട്ട് നിൽക്കണം. അതുപോലെ പക്ഷികൾ എപ്പോഴും കാറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാറ്റിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് കാറ്റ് ഏത് വഴി ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ നിന്നിട്ട് ബേർഡിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതുവഴി നല്ല രീതിയിലുള്ള ആക്ഷൻ ഷോട്ടുകൾ എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ദിവസം ഏത് സബ്ജക്റ്റിനാണോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ലൊക്കാലിറ്റി, അതുപോലെ തന്നെ അന്നത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ, ആ ഒരു സബ്ജക്റ്റിന്റെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ എന്നിവ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. ഞാൻ സാധാരണയായിട്ട് 1 or 2 സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ബേർഡിനെ ടാർഗറ്റ് ചെയ്താണ് പോലുള്ളത്. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഒത്തിരി അധികം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നല്ല നല്ല ആക്ഷൻ ഷോട്ടുകൾ ഉണ്ടാവും, അതുപോലെ ഫ്ലൈയിങ് ഷോട്ടുകൾ ഉണ്ടാവും. നമുക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. പക്ഷികൾ വളരെ പെട്ടെന്ന് അലേർട്ട് ആവുന്നവരാണ്. നമ്മളൊരു ചെറിയ മൂവ്മെന്റ് വരും അവർക്കൊരു ത്രെട്ടനായിട്ടാണ് ഫീൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണാത്ത രീതിയിൽ മറഞ്ഞു നിന്നിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്യാമോഫ്ലാജ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ സാധനങ്ങളൊന്നും നമ്മൾ ബേർഡിങ്ങിന് പോകുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കും. അത് പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വളരെ സൈലന്റ് ആയിട്ട് വേണം ബേർഡ്സിന്റെ ഹാബിറ്റ് ആയിട്ട് നമ്മൾ ഇടപെടാൻ വേണ്ടി. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ അവ പെട്ടെന്ന് തന്നെ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് കൺട്രോളബിൾ അല്ലാത്തൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ റോ ഫോർമാറ്റിൽ ഇട്ടിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് പോസ്റ്റ് പ്രോസസ്സിംഗിൽ അതിന്റെ ഡീറ്റെയിലിങ്ങും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പോഷറും കളറും ഒക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ചിത്രത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രോപ്പിംഗ് ആണ് ആ ഒരു പിക്ചറിന്റെ ഭംഗി ഡിഫൈൻ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കടന്നു തരുന്നത് അത്തരം ജീവികൾ വളരെ സമാധാനത്തോടെ കഴിയുന്ന ഒരു ഹാബിറ്റാറ്റിലേക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവികളെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ പക്ഷികളുടെ ഫ്ലൈയിങ് ഷോട്ട് കിട്ടാൻ വേണ്ടി കല്ലെടുത്തെറിയാനോ ഒരിക്കലും ചെയ്യാതിരിക്കുക.